വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ടെലഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. അദ്ദേഹം തന്നെയാണ് ഈ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതെന്ന് വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ച് വി.ഡി. സതീശൻ കത്തയച്ചിരുന്നു. അന്നു തന്നെ പാസ്പോർട്ട് പുതുക്കി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകൻ രാജഗോപാലിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികൂലമായ വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് പാസ്പോർട്ട് പുതുക്കലിന് തടസ്സമായി നിന്നത്. SIR-നെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്നും രാജഗോപാലിന്റെ പേര് നീക്കം ചെയ്തതാണ് ഇത്തരമൊരു വെരിഫിക്കേഷൻ റിപ്പോർട്ടിന് കാരണമായതെന്നും വോട്ടർ പട്ടികയിൽ പേര് വീണ്ടും ചേർക്കുന്നതിനുള്ള അപ്പീൽ നടപടികൾ അദ്ദേഹം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നും സതീശൻ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് കൊൽക്കത്തയിലെ ബാലിഗഞ്ച് മണ്ഡലത്തിൽ നിന്നും രാജഗോപാലിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നത്. 2002 വോട്ടർ പട്ടികയിൽ രാജഗോപാലിന്റെയോ അദ്ദേഹത്തിന്റെ പരേതനായ പിതാവിന്റെയോ പേര് കണ്ടെത്താനായില്ലെന്ന വിചിത്രമായ വാദമാണ് അധികൃതർ ഉയർത്തിയത്. എന്റെ പിതാവ് പ്രശസ്തനായ ഗാന്ധിയനും മുൻ പ്രൊഫസറും കേരളത്തിലെ ഗാന്ധി സ്മാരക നിധിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. 2016 അന്തരിച്ച അദ്ദേഹം എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ വരും? രാജഗോപാൽ ചോദിക്കുന്നു. യുക്തിസഹമായ അപാകതകൾ എന്ന പുകമറ സൃഷ്ടിച്ച് ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണ് താനെന്നും തന്റെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കിയിട്ടും അധികൃതർ കണ്ണു തുറന്നില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മുതിർന്ന മാധ്യമപ്രവർത്തകന് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് വീണ്ടും ചേർക്കുന്നതിനുള്ള അപ്പീൽ നടപടികൾ രാജഗോപാൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ട്രൈബ്യൂണലിൽ ഇതിനെതിരെയുള്ള അപ്പീൽ നിലവിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഒരു മലയാളി മാധ്യമപ്രവർത്തകനെ ബംഗാളിൽ വെച്ച് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സന്ദർഭോചിതമായ ഇടപെടലിന് സാധിച്ചു എന്നത് വലിയ കയ്യടിയാണ് നേടുന്നത്. എന്തായാലും വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് ഇത്തരത്തിൽ രാജഗോപാലിന് പാസ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിളിച്ച് അറിയിച്ചതെന്ന് സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികൂലമായ വെരിഫിക്കേഷൻ റിപ്പോർട്ട് തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കലിന് ഒരു തടസ്സമായി നിന്നിരുന്നത്. ഒടുവിൽ കേരള മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അദ്ദേഹത്തിന് ആശ്വാസകരമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോയത്. അങ്ങനെയാണിപ്പോൾ പാസ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് വെട്ടിമാറ്റിയത്.